ലോജിക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാണ് ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്. We have a fairly backward audience here, I must say. If you consider the large audience, it's a backward audience, unsophisticated audience, exposed to the commercial Hindi cinema more than anything else. ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണെങ്കിൽ കൂടി മാസ് മസാല സിനിമകളെ എപ്പാട് അകറ്റി നിർത്താൻ നമുക്ക് ആരെക്കൊണ്ട് സാധിക്കില്ല. കാരണം മാസ് മസാല സിനിമകളും നമുക്ക് ആവശ്യമാണ്. ഏതൊരു സിനിമ കഴിഞ്ഞാലും അതിന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും, വെറുക്കുന്നവരും ഉണ്ടാകും. സോ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോഴാണ് പുഷ്പ 2 ഇഷ്ടപ്പെടുന്ന ഇത്രയും പേര് കേരളത്തിലുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ പുഷ്പ 2-നെ സപ്പോർട്ട് ചെയ്ത് കുറെ കമന്റുകൾ കാണാൻ സാധിച്ചു. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പുഷ്പേനെ ട്രോൾ ചെയ്യുന്നവരെ പിടിച്ച ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ അംഗമാക്കുന്നത് കാണുമ്പോഴാണ് ശരിക്കും ട്രിഗർ ആവുന്നത്. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും രജനിയുടെയും വിജയുടെ ഒക്കെ മാസ് മസാല സിനിമകൾ കണ്ട് വിസിലടിച്ച പലരും പുഷ്പ 2-ന് വെറുക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കൊടുത്ത ഹൈപ്പിനനുസരിച്ച് ആർപ്പ് വിളിക്കാനായി ഈ പടത്തിൽ ഒരു തേങ്ങയില്ല. അതും ഇന്റർവെല്ലിന് ശേഷം വേറെ ഏതോ പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കരുതി ഇനി എനിക്ക് മാത്രമാണ് പുഷ്പ 2 അത്ര കിടുവായിട്ട് തോന്നാത്തത്, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെ. പക്ഷെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ആരാടാ പറഞ്ഞത് ഞാൻ ഒരാളാണെന്ന്? അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തിയേറ്ററിക്കൽ റിലീസ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം, എന്തിലേറെ പടം കാണാൻ പോയ ഒരാൾ മരിക്കുക പോലും ചെയ്തു. പുഷ്പ 1-നെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു, കഥാപാത്രങ്ങളുണ്ടായിരുന്നു, വില്ലന്മാരും ഉണ്ടായിരുന്നു, ഓവർ ദി ടോപ്പ് ആക്ഷൻ സീൻസുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരുവിധം കണ്ടിരിക്കാൻ പാകത്തിനായിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാഷണൽ അവാർഡ്, ഇതിലെ ആക്ടിങ്ങിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയതോടെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും പുഷ്പ എന്ന കഥാപാത്രത്തെ ഏറി കയറ്റാൻ തുടങ്ങി. ഈ ആക്ടിങ്ങിനൊക്കെ നാഷണൽ അവാർഡെങ്കിൽ എന്തുകൊണ്ട് KGF-ന് കൊടുക്കാതിരുന്നു, ലിയോയ്ക്ക് കൊടുക്കാതിരുന്നു, അറ്റ്ലീസ്റ്റ് ആനിമലിനെങ്കിലും? പാർട്ട് 1-ന് നാഷണൽ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഇത്തവണ പാർട്ട് 2-നും കൂടെ നാഷണൽ അവാർഡ് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇമാതിരി മുഖത്തെറ്റിയ കഥാപാത്രം ചെയ്തു വെച്ചിട്ട് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കണം പുഷ്പയ്ക്ക് കൊടുത്ത ശേഷം നാഷണൽ അവാർഡിന്റെ മൂല്യം കൂടുകയാണോ ചെയ്തത് അതോ കുറയുകയാണോ ചെയ്തതെന്ന്. ఒక్క తెలుగు పేరు కూడా లేదు. ఇది నేను రౌండప్ చేసి దీన్ని కొట్టాలి. പുഷ്പേനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നവരെ എന്തായാലും പേടിച്ചാൽ മതിയാകൂ. കാരണം ഇനി ഭാവിയിൽ ഇവരെ പ്ലീസ് ചെയ്യാനായി ഈ വക പല അപരാധങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വന്നേക്കാം. അപ്പോൾ പുഷ്പ സപ്പോർട്ടേഴ്സിന്റെ ലോജിക് പ്രകാരം അവർക്ക് ലൂസിഫറിനെക്കാളും കിടുവായി തോന്നിയത് ഗോഡ് ഫാദർ ആയിരിക്കാം. അയ്യപ്പനും കോശിയെക്കാളും ഇഷ്ടപ്പെട്ടത് ഭീംല നായിക ആയിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ലോജിക്ക് നോക്കാൻ പാടില്ലെന്നാണല്ലോ ഇവരുടെ റൂള്. എന്തിലും ഏതിലും ലോജിക്ക് നോക്കുന്നവരാണോ മല്ല ഓഡിയൻസ്? ഒരിക്കലുമല്ല. KGF, RRR, ജയിലർ തുടങ്ങിയ സിനിമകളൊക്കെ കേരളത്തിൽ പൊട്ടുപോലെ ഹിറ്റടിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല സമ്പൂർണേഷന്റെ പടങ്ങളിലൊന്നും ആരും ലോജിക്ക് നോക്കാറില്ലല്ലോ. കാരണം അങ്ങേര് സ്പൂഫ് പടമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഒരാളും അങ്ങേരെ റോസ്റ്റ് ചെയ്യാറില്ല. അതേസമയം ബാലയ പടങ്ങളെ നിലം തൊടാതെ പൊളിക്കാറുണ്ട്. കാരണം അങ്ങേരെ അത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബാലയ പടങ്ങളിലെ ലോജിക്കിനെ ട്രോൾ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന ടീംസ് അങ്ങേര് ചെയ്യുന്ന അതേ അപരാധങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പുഷ്പേനെ ട്രോൾ ചെയ്യുമ്പോൾ വയലന്റ് ആയി മാറുന്നത് കാണാം. അതും ഇനി കൂടുതൽ കളക്ഷൻ നേടിയെന്നും പറഞ്ഞ് പുഷ്പ ചെയ്യുന്നതൊക്കെ കോമാളിത്തരം അല്ലാതെ ആകൂ. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ശക്തനായ വില്ലൻ വന്നു നിന്നാലും അവനെ ഒറ്റ പഞ്ചിൽ തീർക്കാൻ കൽപ്പുള്ള ഒരു നായകൻ. ആവശ്യമില്ലാത്ത 5-6 പാട്ടുകളും ഫൈറ്റുകളും, അത് ലൈറ്റ് ആൻഡ് ഡാൻസിന് വേണ്ടി മാത്രമായി നായിക, ഒരു തട്ടിക്കൂട്ട് കഥയും ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഒരു നോർമൽ ബാലയ പടത്തിന്റെ കഥ. ബാലയ പടത്തിന്റെ എന്നല്ല, ഇതായിരിക്കും ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടത്തിന്റെ കഥ. ഇവിടെ ഇന്നോളം ഹിറ്റായിട്ടുള്ള മാസ് മസാല സിനിമകളിൽ പലതിലും ചിലപ്പോൾ 1-2 ക്രിഞ്ച് സീനുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു പടത്തിലെ നായകനും നായികയും ഒപ്പത്തിനൊപ്പം ക്രിഞ്ച് അടുപ്പിച്ച് വെറുപ്പിക്കുന്ന ഏതെങ്കിലും പടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതില് ഫീലിങ്സ് പോർഷൻ വരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം. കങ്കുവയിലെ ക്രിഞ്ച് പോർഷൻസ് കൂടി ഇതേപോലെ ഇവരൊക്കെ ഏറ്റെടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ.
ശരിക്കും പറയുകയാണെങ്കിൽ വെറുതെ ഒരൊറ്റ തവണ കണ്ടു മറക്കാവുന്ന ഒരു സാധാരണ ടിപ്പിക്കൽ തെലുങ്കു ടെംപ്ലേറ്റ് പടത്തെ ഇത്രത്തോളം പൊക്കിയടിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ബോളിവുഡ് ഇൻഡസ്ട്രിയൊക്കെ എത്രത്തോളം കഷ്ടത്തിലാണെന്ന കാര്യം ഊഹിക്കാവുന്നേ ഉള്ളൂ. എല്ലാ കണ്ടന്റ് ഓറിയന്റ് പടങ്ങളും നല്ല പടങ്ങളായിരിക്കണമെന്നില്ല, എല്ലാ മാസ് മസാല സിനിമകളും മോശം സിനിമകളായിരിക്കണമെന്നുമില്ല. പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള പാൻ ഇന്ത്യൻ മാസ് മസാല സിനിമകളിൽ ഏറ്റവും മോശം സ്റ്റണ്ട് കൊറിയോഗ്രഫി, ഏറ്റവും മോശം ഡാൻസ് കൊറിയോഗ്രഫി, ഏറ്റവും കൂടുതൽ ക്രിഞ്ച് ഫെസ്റ്റ് അടിപ്പിക്കുന്ന സീനുകൾ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരേ ഒരു പടമുണ്ടെങ്കിൽ അത് ഈ പുഷ്പ 2 മാത്രമായിരിക്കും. എല്ലാ മാസ് മസാല ചിത്രങ്ങളെയും ഓഡിയൻസ് ആരും തന്നെ കണ്ണടച്ച് വെറുക്കാറില്ല. അവർക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് എത്ര വലിയ പടമാണെങ്കിലും എടുത്ത് ദൂരെ കളയും. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നടനെയോ നടിയെയോ നോക്കാതെ തന്നെ ആ പടത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. Excuse me, I'm Eric Lensher. Sounds like Xavier. Go fuck yourself.